ഈ ജനാധിപത്യം പൂത്തുലയുന്നത് താങ്കൾ പറയുകയാണ്. ഒരു ജനാധിപത്യവും NSS-ൽ പൂത്തുലയുന്നില്ല. കരയോഗത്തിൽ അംഗത്വം എടുക്കണം. കരയോഗത്തിൽ അംഗത്വം എടുത്താൽ മത്സരിക്കാനുള്ള അവസരമുണ്ട്. അപ്പം അങ്ങനെ 5 വർഷം കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിന് അവനകത്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമുണ്ടോ? എനിക്കിഷ്ടമില്ലാത്തവരെ അല്ല, അത് ഓരോരുത്തരുടെ നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഇഷ്ടമില്ല, അദ്ദേഹത്തെ ഇഷ്ടമുണ്ട്, അതിന് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഒറ്റ മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ജനാധിപത്യത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. എൻ്റെയും വ്യക്തിപരം. എനിക്കൊരാളെ ഇഷ്ടപ്പെടാവില്ല, മോഹൻപിള്ളയ്ക്ക് ഒരാളെ ഇഷ്ടപ്പെടില്ല, അതോടൊപ്പം തന്നെ വർഗീസാലിന് വേറെ മഞ്ജൂഷിന് ഒരാളെ ഇഷ്ടം ഉണ്ടാവില്ല. ഇങ്ങനെ പലർക്കും ഇഷ്ടമില്ലാതെ ഉണ്ടാവും. പക്ഷെ നമ്മളതല്ലല്ലോ കേട്ടോ സംസാരിക്കുന്നത്. ഒരു സംഘടനയ്ക്കകത്ത് ഒരു തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് നിയമപരമായി മാത്രമേ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ബ്രിഗേഡിയറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ചെയ്യാനാണ് നിങ്ങളോട് അതുകൊണ്ടാണ് ഷാബു ജനാധിപത്യം പൂത്തുലയുകയാണ് NSS-ൽ എന്നാണ് GB ഹരി പറയുന്നത്. താങ്കൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും NSS-ലെ ജനാധിപത്യം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ അകത്തെ ജനാധിപത്യം എന്ന് പറയുന്ന മാതിരിയാണ്. അതായത് നെഹ്റു കുടുംബമാണ് ആജീവനാന്തം, അതിന്റെ ആജീവനാന്തം ആചന്ദ്രതാരം നെഹ്റു കുടുംബമാണ് അതിന്റെ അകത്തെ ജനാധിപത്യം. 15 കൊല്ലമായി നരേന്ദ്രമോദി ഇരിക്കാൻ തുടങ്ങിയിട്ട് മാറ്റിക്കൂടെ? നരേന്ദ്രമോദി 15 കൊല്ലമായിട്ടിരിക്കുന്നു, മാറ്റാത്തെന്താ? ജനാധിപത്യമില്ലേ? ജനാധിപത്യത്തെ മാറ്റിക്കൂടെ? RSS-ൽ ജനാധിപത്യം ഉണ്ടോ? RSS-ൽ ജനാധിപത്യം ഉണ്ട്. മോഹൻ ഭാഗത്ത് തെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ വരുന്നത്. രജിസ്ട്രേഷൻ പോലും കൊടുത്തിട്ടില്ല, രജിസ്ട്രേഷൻ പോലും ഇല്ല RSS-ന്റെ സംഘടനയ്ക്ക്. അങ്ങ് വർത്താനം പറയുന്നത് എന്താ പറയുന്നത്? വെറുതെ 70 വർഷം രാജ്യം ഭരിച്ചൊരു സംഘടനയുടെ ഒരു പ്രതിനിധിയാണ് പറയുന്നത്. പിന്നെ ഇവര് നിങ്ങൾ ഈ 10-60 വർഷം എന്ത് ചെയ്യുമായിരുന്നു? ഈ സംഘടന എടുത്ത് കൂട്ടിക്കെട്ടി വിട്ടുകൂടായിരുന്നോ? അല്ല, ഞാനാണല്ലോ ചോദിച്ചത്. ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തെ ജനാധിപത്യത്തെ കുറിച്ചാ സംസാരിക്കുന്നത്. വല്ലഭായ് പട്ടേൽ നിരോധിച്ചാണല്ലോ. അപ്പൊ ഇവിടെ ഈ ഗണേഷ് കുമാറും ഈ സുകുമാരൻ നായരും തമ്മിലുള്ള ആ ഇഷ്യൂ, അത് ഈ പറഞ്ഞ പോലെ മഞ്ജുഷ് ഈ ടൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ 2 മാടമ്പിമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണ്. ഇപ്പം ഗണേഷ് കുമാർ 6 മാസം മുമ്പ് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം ഗണേഷ് കുമാറിന് ആ സ്ഥാനം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഗണേഷ് കുമാർ ഇപ്പൊ ഇങ്ങനെ പറയുമായിരുന്നോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. അങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്നും നമുക്കറിയാം. കാര്യം ഈ മാടമ്പിത്തരത്തിന്റെയും അഹങ്കാരത്തിന്റെയും കാര്യത്തില് ഇവരിൽ ആരാണ് മുന്നിൽ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ സംശയമുള്ളൂ. പക്ഷെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ, ഇനി എത്ര അഹങ്കാരിയാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഈ കൂടെ കിടന്നവനെ രാപ്പനി എറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന കാര്യമുണ്ട്. സുകുമാരൻ നായരെ പറ്റി പറഞ്ഞത് കാര്യം അവിടെ ചെല്ലുമ്പോൾ ഉള്ള ആക്സിഡന്റ് എന്താണ്, ഓരോ 100% വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇത് ജനങ്ങളുടെ ഒരു സംസാര വിഷയമായിട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇവിടെ ഉയർന്നൊരു സംസാരമാണ് എന്തുകൊണ്ട് NSS ഇത് തുടങ്ങിയില്ല, മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല എന്നുള്ള കാര്യം. കറക്റ്റാണത്. കാര്യം ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ കോടികള് കൈക്കൂലി മേടിച്ചോണ്ട് അധ്യാപകരെ അവിടെ നിയമിക്കാൻ പറ്റില്ല. കാര്യം അതിന്റെ ആവശ്യമില്ല. അതിന്റെ മെഡിക്കൽ ഡിഗ്രി ആയിട്ട് വരുന്ന PG ഡിഗ്രി ആയിട്ട് വരുന്ന ഒരു ഡോക്ടറും ഇവിടെ കൊണ്ടുപോയി സുകുമാരൻ നായരുടെ കാലത്ത് കൊണ്ടുപോയി നോട്ട് കെട്ടുകൾ ചൊരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വഴിക്കുള്ള വരുമാനം ഉണ്ടാവില്ല. പിന്നെ കുട്ടികളുടെ അടുത്തുനിന്ന് വലിയ ഫീസ് മേടിച്ചോണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ഫീസ് കൊടുത്ത് കുട്ടികൾ വരണം, അവിടെ MBBS പഠിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ അവിടെ അതുപോലുള്ള കാശ് മുടക്കിയുള്ള ഫെസിലിറ്റികളൊക്കെ കാര്യങ്ങളൊക്കെ വേണം. കാര്യം അതിന് ഇവർക്കൊട്ടത് ഉള്ള സാധനങ്ങള് ഞാൻ NSS കോളേജിൽ 5 വർഷം പഠിച്ചു. ഞാൻ പന്തളം സ്വദേശിയാണ്. ഏറ്റവും കൂടുതൽ NSS-ന്റെ സ്ഥാപനങ്ങളുള്ള സ്ഥലം പന്തളമാണ്. ചങ്ങനാശ്ശേരി അല്ല കേട്ടോ. ചങ്ങനാശ്ശേരി ഹെഡ് ഓഫീസാണ്, പിന്നെ കോളേജ് ഉണ്ട്, സ്കൂൾ അങ്ങനെ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ NSS-ന്റെ സ്ഥാപനങ്ങളുള്ളത് പന്തളത്താണ്. ആ പന്തളം NSS കോളേജിലാണ് ഞാൻ 5 വർഷം പഠിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ കോളേജിൽ പോയിരുന്നു. എന്തൊരു ദയനീയം! ഒരു ആന ചത്ത് കിടന്നാൽ അറിയില്ല എന്ന് ആ കോളേജിന്റെ കോമ്പൗണ്ടില്. അത്ര ദയനീയമാണ് പന്തളം NSS കോളേജ്. എല്ലാ കോളേജിന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ ഒരു വേക്കൻസി വരുന്ന സമയത്ത് 50 ലക്ഷം 80 ലക്ഷം 1 കോടിയൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടൊക്കെ അഡ്മിഷൻ നടത്താൻ പറ്റും, അവർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഈ ഏർപ്പാട്
ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ പറ്റില്ല. അത് പ്രൊഫഷണലായിട്ട് നടത്തിക്കൊണ്ട് പോയേ പറ്റുള്ളൂ. ആ ഏർപ്പാട് പണിയെടുത്ത് തിന്നുന്ന ശീലം ഈ സാധനങ്ങൾക്കില്ലല്ലോ. ഇവർക്ക് ഒരൊറ്റ ഒരു കുനിഞ്ഞൊരു പ്ലാവില എടുത്ത് കളയുന്ന ശീലമോ അല്ലെങ്കിൽ ആ ഒരു അത്രയും പോലും അധ്വാനിക്കുന്നില്ല. ഇങ്ങനെ കൊണ്ടുപോയി ഈ നാട്ടുകാരുടെ കൊള്ളയടിച്ച് മാത്രം കഴിഞ്ഞുകൂടുന്ന കുറെ ഇത്തിൽക്കണ്ണികളും അടങ്ങിയ, ഈ പറഞ്ഞ പോലെ ഇത്തിൽക്കണ്ണികൾ അടങ്ങിയ ഒരു അധോലോക സംഘമാണിത്. രണ്ട് കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ മോഹനൻ പിള്ളയുടെ ടീം എന്ന് തന്നെ പറയാം, കാരണം അദ്ദേഹം ചർച്ചയിൽ ഉള്ളത് കൊണ്ട്. പിന്നെ KB ഗണേഷ് കുമാർ കൂടി അതിലേക്ക് വരുന്നു. ഇവർ ഉന്നയിക്കുന്നത് കുടുംബ സ്വത്താക്കി മാറ്റുന്നു എന്നുള്ള കാര്യം. പിന്നെ മന്നത്താചാര്യന്റെ സമാധി അത് പൂട്ടി താക്കോൽ വീട്ടിൽ വെച്ചിരിക്കുക, ഓഫീസിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. ആരെയും അങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും പ്രധാനമന്ത്രി വന്നാലും അനുമതിയില്ല. വൈസ് പ്രസിഡന്റ് കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ, അനുമതി നിഷേധിച്ചത്. അത് നായയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അവിടെ നായ കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുമതി നിഷേധം വരുന്നത്. അപ്പോഴാണ് ഗണേഷ് ഒരു ഓൾട്ടർനേറ്റീവ് കാര്യം പറയുന്നത്. അവിടെ പെരുന്നയിൽ സമാധി സ്ഥലത്തിന്റെ മതിലിന് മുകളിൽ നിന്ന് നമുക്ക് പുഷ്പങ്ങൾ അങ്ങോട്ട് അർപ്പിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത്. അത് പരിഹസിക്കുകയാണല്ലോ. എന്തായാലും ആ പരിഹാസം കേട്ടെങ്കിലും അദ്ദേഹം വഴങ്ങണം എന്നുള്ളതാണ്. ഇല്ല, അതിനൊക്കെ വേണ്ട മിനിമം മര്യാദയും ബോധമൊക്കെ വേണ്ടേ. അതല്ല, ഒരു കാര്യമുണ്ട് മഞ്ജുഷേ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ വന്ന് ഈ ഗുരുവായൂർ അമ്പലത്തിലും ഈ നാട്ടിലെ ആരാധനാലയങ്ങളിലൊക്കെ പോവാറുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നതാണ്. ഈ അമ്പലത്തിന്റെ അകത്ത് പട്ടിയെ കെട്ടി പരിശോധിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ശിവഗിരിയുടെ കാര്യം പറയുന്നുണ്ട്. ശിവഗിരിയിൽ പോകുന്നുണ്ടല്ലോ. ശിവഗിരി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകും, വേണ്ട. അവിടെ ഇനിയിപ്പോ വേറൊരു നായയുടെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇനി ഇത് പോട്ടെ, ഇവരുടെ കാര്യമൊക്കെ വിട്, ഇവരുടെയൊക്കെ കാര്യം വിട്. സാക്ഷാൽ മന്നത്ത് പത്മനാഭന്റെ ചെറുമക്കള്, അദ്ദേഹം ഒരു വളരെ ഹൃദയം പൊട്ടി ഒരിക്കൽ കണ്ട ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. ഇവിടെ വന്നിട്ട് ഈ സമാധി മണ്ഡപത്തിലോട്ട് കയറ്റിയില്ലെന്ന് സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് അവിടെ അയാൾ പറഞ്ഞതാണ്, സാറിനോടൊന്ന് ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയ സെക്യൂരിറ്റിക്കാരൻ പിന്നെ അടുത്ത ഒരു 5 കൊല്ലത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് ഈ ജനറൽ സെക്രട്ടറിയെ, ഈ ചെമ്മാരൻ നായരെ കാണാനായിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന സമയത്ത് ഈ ഒരു ഒറ്റ തോർത്ത് കൊടുത്തോണ്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ എണ്ണ തേക്കുക, ഇവരുടെ മുഖത്തോട്ട് പോലും നോക്കി. ആ പറഞ്ഞല്ലോ, ഈ ചെമ്മാരനും അയാളുടെ ചെരുപ്പ് കുത്തികളും ചേർന്ന ഒരു അധോലോക സംഘമാണ് ഈ സാധനം. ഇപ്പൊ എന്തായാലും ഈ ജീവി ഹരിക്ക് ഈ ഇങ്ങനെ നമ്മുടെ VD സതീശനെ പറച്ചില്ല അദ്ദേഹത്തിന് ഒരു വിഷമം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഹരി പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഹരി പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ വേണ്ട, പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചർച്ച ചെയ്തതല്ലേ. പച്ചക്കള്ളം പറയുന്നത്, ഓരോന്ന് പറയുന്നത്, സതീശനെ പറ്റി പറയുന്നത്. ജീവി ഹരിയുടെ നേതാവാണ്. ഇനിയിപ്പോ നാളെ കോൺഗ്രസിന്റെ അകത്ത് സ്ഥാനമില്ലാതായാലും ചിലപ്പോൾ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടെങ്കിലും കയറാൻ പറ്റും. ഇങ്ങനെ താണ് തൊഴുത് നിന്നാൽ എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഹരി താങ്കളോടാണ്. ഞാൻ ഷാബു പ്രസാദ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് 2 കാര്യങ്ങളാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. ഞാൻ സഭ്യമായിട്ട് തന്നെ പറയാം. അദ്ദേഹം ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ പലതും ഉപയോഗിക്കും. എനിക്ക് അതുപോലെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം. 2 കാര്യമാണ്. ഒന്ന് മഞ്ജുഷ സൂചിപ്പിച്ചു, ഒന്ന് അവിടുത്തെ സമാധിയിലെ കാര്യമാണ്. കഴിഞ്ഞ 25 വർഷമായി എല്ലാ വർഷവും കൃത്യമായി സമാധി മണ്ഡപത്തിൽ പോയി മന്നം സമാധിയിലും അതോടൊപ്പം തന്നെ ആ മന്നം ജയന്തിയുടെ അന്നും അതോടൊപ്പം തന്നെ സമാധിയുടെ അന്നും അവിടെ പോകുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ 25 വർഷമായി അവിടെ ആരെയും തടസ്സപ്പെടുത്തിയതായിട്ട് ഒരു മിനിറ്റ് ഇടയ്ക്കിടപെടരുത് ഷാബു പ്രസാദ്, ഇടയ്ക്കിടപെടരുത്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കും. ഒരു മിനിറ്റ് ഞാൻ കേൾക്കില്ല. അതുകൊണ്ടാണ് കേൾക്കാനുള്ള മര്യാദ കേൾക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് 25 കൊല്ലമായി അവിടെ പോകുന്ന ആളാണ്. 2 തവണ ഒരു വർഷം. ഈ 2 തവണയും ഒരു 1000-കണക്കിന് ആളുകൾ 10,000-കണക്കിന് ആളുകൾ അവിടെ വന്ന് പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. ഒരാൾക്കും ഒരു തടസ്സവുമില്ല. അവിടെ ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ സെക്യൂരിറ്റിയുടെ ഭാഗമായി ഇതിനകത്തേക്ക് ഈ സമാധി മണ്ഡപത്തിൽ പോയവർക്കറിയാം. ഷാബു പ്രസാദ് അവിടെ പോയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ പോയ ആളെന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അമ്പലത്തിനകത്തതുപോലെ അല്ല. അപ്പം നമുക്കറിയാം വിഗ്രഹം ഇരിക്കുന്ന സ്ഥലമല്ല, അവിടെ സമാധിയാണ്. ആ സമാധി എന്ന് പറയുന്ന ആ വാതിൽ തുറന്ന് അകത്തോട്ട് കയറിയാൽ ആ സമാധി മണ്ഡപമാണ്. ആ സമാധി മണ്ഡപത്തിലേക്ക് ചെരുപ്പിട്ടും അതോടൊപ്പം തന്നെ നായിക കയറ്റിയും പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അന്നാണ് അങ്ങനൊരു തീരുമാനമെടുത്തത്, അങ്ങനെയുള്ള ആളുകൾ വരണ്ട. അത്തരത്തിൽ വലിയ VIP അവിടെ വരുമ്പോൾ
അവിടെ പവിത്രമായി ഈ കേരളത്തിലുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ പവിത്രമായി കാണുന്ന ഒരു സ്ഥലത്തേക്ക് അവിടെ അത്തരത്തിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് ആരും വരണ്ട. ഈ ദിവസം അവിടെ ആര് വന്നാലും അവിടെ ഒന്ന് പൂട്ടിട്ട് തൊഴുതിട്ട് പോവാം, ഒരു പ്രയാസവും അവിടെ ആരെയും തടസ്സപ്പെടുത്തിയിട്ടില്ല. അതിന് 2 ദിവസങ്ങളുണ്ട്, പ്രധാനമായിട്ടും 2 ദിവസങ്ങൾ. ഇനി എല്ലാ ദിവസവും ഞാൻ മനസ്സിലാക്കുന്നത് 24x7 ദിവസവും അവിടെ വിളക്ക് കത്തിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ 64 വർഷങ്ങളുടെ ചരിത്രം അദ്ദേഹം പറഞ്ഞ സത്യമാണ്. 64 വർഷവും ഈ രാവിലെയും വൈകുന്നേരവും അവിടെ വന്ന് രാവിലെയും വിളക്ക് കത്തിച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു. ഇവിടെ സാറ് സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മന്നത്ത് ആചാര്യൻ അതേ കാലം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.